ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാഡമി. നാഷണൽ അക്കാഡമിയുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ NIOS +2 കെമിസ്ട്രിയിലെ 15ാമത്തെ ചാപ്റ്ററാണ്. ഏതാണ് 15ാമത്തെ ചാപ്റ്റർ? അഡ്സോർപ്ഷൻ കാറ്റലിസ്റ്റ്, അഡ്സോർപ്ഷൻ ആൻഡ് കാറ്റലിസ്റ്റിസ്. എന്താണ് അഡ്സോർപ്ഷനെ കുറിച്ചിട്ടും കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ കാറ്റലൈസിസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം അഡ്സോർപ്ഷൻ എന്താണെന്ന് നോക്കാം. എന്താണ് അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the phenomenon of attracting and retaining the molecules of a gas or dissolved substance by the surface of the solid resulting in the higher concentration on the surface. അതായത് ഒരു സോളിഡിന്റെ സർഫസിൽ ഒരു ഗ്യാസസിന് അല്ലെങ്കിൽ ആ ഗ്യാസസിന്റെ മോളിക്യൂൾസിന് എന്ത് ചെയ്യുക, അട്രാക്ട് ചെയ്ത് അതിന്റെ സർഫസിൽ റീറ്റെയിൻ ചെയ്ത് നിർത്തുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് അബ്സോർപ്ഷൻ എന്ന പ്രോസസ്സ് എന്താണെന്ന് നമുക്കറിയാം. എന്താണ് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനത്തിന് നമ്മൾ ഉള്ളിലേക്ക് വലിച്ചെടുക്കുക അല്ലേ. എന്തെങ്കിലും ഒരു ഗ്യാസസിന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സബ്സ്റ്റൻസിന് അല്ലെങ്കിൽ ഒരു മാറ്ററിനെ നമ്മൾ ഒരു പെർട്ടിക്കുലർ സബ്സ്റ്റൻസിൻ്റെ അകത്തേക്ക് അല്ലെങ്കിൽ ഇന്നർ ഭാഗത്തേക്ക് മൊത്തത്തിൽ നമ്മൾ അതിനെ വലിച്ചെടുക്കുന്നതിന് നമ്മൾ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല. അവിടെ എന്താ സംഭവിക്കുന്നത്? അട്രാക്ട് ചെയ്യണം. അതായത് നമ്മുടെ ഗ്യാസസ് മോളിക്യൂൾസിന് ഒരു സോളിഡ് സബ്സ്റ്റൻസിൻ്റെ സർഫസ് എന്ത് ചെയ്യുക, അട്രാക്ട് ചെയ്ത് അതിൻ്റെ സർഫസിൽ റീറ്റെയിൻ ചെയ്ത് നിർത്തുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഈ അഡ്സോർപ്ഷൻ നമ്മുടെ അഡ്സോർപ്ഷനിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫിനോമിനയാണ്. നെക്സ്റ്റ്, അഡ്സോർപ്ഷനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ് അഡ്സോർപ്ഷനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്? നേച്ചർ ആൻഡ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് അഡ്സോർപ്ഷനെ എഫക്ട് ചെയ്യുന്ന? നേച്ചർ ആൻഡ് സർഫസ് ഏരിയ ഓഫ് ദ അഡ്സോർബൻറ്റ്, അഡ്സോർബൻറ്റിൻ്റെ നേച്ചറും സർഫസ് ഏരിയ ഇതിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, നേച്ചർ ഓഫ് ദ അഡ്സോർബ്ഡ് ഗ്യാസ്, അഡ്സോർബ് ചെയ്യുന്ന ഗ്യാസിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ടെമ്പറേച്ചർ, പ്രഷർ ഓഫ് ദി ഗ്യാസ്, ടെമ്പറേച്ചർ, പ്രഷർ ഓഫ് ദി ഗ്യാസ്, അഡ്സോർബൻറ്റിൻ്റെ സർഫസും അഡ്സോർബ്ഡ് ഗ്യാസസിൻ്റെ നേച്ചറും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ അഡ്സോർപ്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഇനി മെയിൻലി 2 ടൈപ്പ് ഓഫ് അഡ്സോർപ്ഷൻസ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഫിസിക്കൽ അഡ്സോർപ്ഷനും ഉണ്ട്, കെമിക്കൽ അഡ്സോർപ്ഷനും ഉണ്ട്. ഫിസിക്കൽ അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് നടന്ന അഡ്സോർപ്ഷനാണ് ഫിസിക്കൽ അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ബേസിക് ഫ്യൂച്ചർ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഫിസിക്കൽ അഡ്സോർപ്ഷനകത്ത് ഈ അഡ്സോർബേറ്റ് മോളിക്യൂൾസ് എന്തായിരിക്കും, സർഫസിൽ ഹെൽഡ് ചെയ്ത് നിർത്തുന്നത്. നമ്മുടെ അഡ്സോർബ് ചെയ്യുന്ന മോളിക്യൂൾസ് അതിൻ്റെ സർഫസിൽ ഹെൽഡ് ചെയ്ത് നിർത്തുന്നത് എന്തിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്? വീക്ക് വാൻ ഡെർ വാൾ ഫോഴ്സസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടായിരിക്കും. വീക്ക് വാൻ ഡെർ വാൾ ഫോഴ്സസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമ്മുടെ അഡ്സോർബ്ഡ് മോളിക്യൂൾസിനെ അതിൻ്റെ സർഫസിൽ ഹെൽഡ് ചെയ്ത് നിർത്തുന്ന ടൈപ്പ് ഓഫ് അഡ്സോർപ്ഷനെയാണ് നമ്മൾ ഫിസിക്കൽ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫിസിക്കൽ അഡ്സോർപ്ഷൻ ഒബ്സർവ് ചെയ്യുന്നത് ഏതൊരു സോളിഡിൻ്റെ സർഫസിലായിരിക്കും. ഇനി നെക്സ്റ്റ്, കെമിക്കൽ അഡ്സോർപ്ഷൻ. കെമിക്കൽ അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ അഡ്സോർപ്ഷൻ സാധാരണ ഫിസിക്കൽ അഡ്സോർപ്ഷനെ പോലെ തന്നെ അഡ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അതിനൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കെമിക്കൽ അഡ്സോർപ്ഷൻ നടത്തുന്നത് ആരാണ്? നമ്മുടെ അഡ്സോർബൻറ്റ്. കെമിക്കൽ അഡ്സോർപ്ഷൻ നടത്തുന്നത് ആരാണ്? ദ കെമിക്കൽ ബോണ്ട് ബിറ്റ്വീൻ ദ അഡ്സോർബൻറ്റ് ആൻഡ് ദ അഡ്സോർബേറ്റ്. അഡ്സോർബൻറ്റിൻ്റെയും അഡ്സോർബേറ്റിൻ്റെയും ഇടയിലുള്ള കെമിക്കൽ ബോണ്ടാണ് അവിടെ അഡ്സോർപ്ഷൻ നടത്തിയിട്ട് അവരവിടെ ഹെൽഡ് ചെയ്ത് നിർത്തുന്നത്. ഓക്കെ, മറ്റൊരു വീക്ക് വാൻ ഡെർ വാൾ ഫോഴ്സസ് ആയിരുന്നു. കെമിക്കൽ അഡ്സോർപ്ഷനിൽ കെമിക്കൽ ബോണ്ട് നമ്മുടെ അഡ്സോർബേറ്റിൻ്റെയും അഡ്സോർബെൻറ്റിൻ്റെയും ഇടയിലുള്ള കെമിക്കൽ ബോണ്ടാണ് അവിടെ അഡ്സോർപ്ഷൻ ഹെൽപ്പ് ചെയ്യുന്നത്. ആ ടൈപ്പ് ഓഫ് അഡ്സോർപ്ഷൻ നമ്മൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? കെമി അഡ്സോർപ്ഷൻ അല്ലെങ്കിൽ കെമിക്കൽ അഡ്സോർപ്ഷൻ എന്ന പേരിലാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് അഡ്സോർപ്ഷൻ ഐസോതേർം എന്താണെന്ന്. എന്താണ് അഡ്സോർപ്ഷൻ ഐസോതേർം? നമുക്കറിയാം നമ്മുടെ എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ നമ്മൾ മെഷർ ചെയ്യുന്നത് x/m എന്ന് പറയുന്ന ഒരു ടേമിലാണ്. എന്താണ് അഡ്സോർപ്ഷൻ ഐസോതേർം? നമ്മൾ മെഷർ ചെയ്യുന്നത് x/m എന്ന് പറയുന്ന ഒരു ടേമിലാണ്. അല്ലെങ്കിൽ ആ ഒരു ടേമിലാണ് നമ്മൾ അഡ്സോർപ്ഷൻ ഐസോതേർമിന്റെ എക്സ്റ്റെൻറ്റ് നമ്മളെപ്പോഴും മെഷർ ചെയ്യാറുള്ളത്. ഓക്കെ, ഇവിടെ x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മാസ് ഓഫ് ദ ഗ്യാസ്. നമ്മൾ അഡ്സോർബ് ചെയ്യുന്ന അഡ്സോർബേറ്റ് അല്ലെങ്കിൽ മാസ് ഓഫ് ദ ഗ്യാസസ് ആണ് നമ്മുടെ എക്സ് എന്ന് പറയുന്നത്. എന്നാൽ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എം ഈസ് ദ മാസ് ഓഫ് ദ അഡ്സോർബെൻറ്റ്. ആരാണോ അഡ്സോർബ് ചെയ്യുന്നത് അവരുടെ മാസാണ് എം എന്ന് പറയുന്നത്. അപ്പോൾ ഈ x/m ടേമിലാണ് നമ്മളെപ്പോഴും എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ മെഷർ ചെയ്യാറുള്ളത്. ഓക്കെ, ഈ x/m പ്രഷറിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന ആ ഒരു ഗ്രാഫിനെയാണ് നമ്മൾ അഡ്സോർപ്ഷൻ ഐസോതേർം എന്ന് പറയുന്നത്. എന്താണ്? ദ ഗ്രാഫ് ഷോയിങ് ദ വേരിയേഷൻ ഓഫ് എ x/m
വിത്ത് ദ പ്രഷർ അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ പ്രഷറുമായിട്ട് x/m വാരിയേഷൻ കാണിക്കുന്ന ഗ്രാഫിനെയാണ് നമ്മൾ അഡ്സോർപ്ഷൻ ഐസോതേം എന്ന് പറയുന്നത്. അപ്പൊ അഡ്സോർപ്ഷൻ ഐസോതേം എന്താണെന്ന് മനസ്സിലായല്ലോ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്, നമ്മൾ അഡ്സോർപ്ഷനെ കുറിച്ച് പറഞ്ഞു, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ കാറ്റലൈസിസിനെ കുറിച്ചാണ്. ഓക്കെ, എന്താണ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്സ്റ്റൻസ് ആണ് അല്ലേ, which changes the rate of a reaction but remains chemically unchanged at the end of the reaction. അതായത് ഒരു റിയാക്ഷന് കെമിക്കലി യാതൊരു ചേഞ്ചും വരുത്താതെ, അതിൻ്റെ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലോ ഒന്നിനും യാതൊരു ചേഞ്ചും വരുത്താതെ ആ റിയാക്ഷൻ്റെ റേറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ റേറ്റിനെ മാത്രം ചേഞ്ച് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസിനെയാണ് നമ്മൾ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. സാധാരണ റിയാക്ഷൻസിൽ നമ്മൾ കാറ്റലിസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിനെ ബൂസ്റ്റ് ചെയ്യുക, റിയാക്ഷൻ്റെ റേറ്റ് ബൂസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് റിയാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും കാറ്റലിസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാറുള്ളത്. ഓക്കെ, the phenomena in which one of the product of the reaction act as a catalyst is known as autocatalysis. എന്താണ് ഓട്ടോ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആ റിയാക്ഷൻ നടക്കുന്നതിൽ ഒരു പ്രൊഡക്റ്റ് തന്നെ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുക. ആ റിയാക്ഷൻ നടന്നിട്ട് കിട്ടിയ ഒരു പ്രൊഡക്റ്റ് തന്നെ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓട്ടോ കാറ്റലിസിസ് എന്ന് പറയുന്നത്. ഓട്ടോ കാറ്റലിസ്റ്റ് എന്താ മനസ്സിലായല്ലോ. ഇനി ചില കാറ്റലിസ്റ്റുകൾ എന്ത് ചെയ്യാറുണ്ട്? റിട്ടാർഡ് ചെയ്യാറുണ്ട് അല്ലേ, റേറ്റ് ഓഫ് റിയാക്ഷൻ കുറയ്ക്കാറുണ്ട്. അങ്ങനെയുള്ള കാറ്റലിസ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നെഗറ്റീവ് കാറ്റലിസ്റ്റ്. ഓക്കെ, അപ്പം നെഗറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ റേറ്റ് ഓഫ് റിയാക്ഷനെ കുറയ്ക്കുന്ന, റിട്ടാർഡ് ചെയ്യുന്ന കാറ്റലിസ്റ്റിനെയാണ് നമ്മൾ നെഗറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. നെഗറ്റീവ് കാറ്റലിസ്റ്റിൻ്റെ എക്സാമ്പിൾസ് ആണ് നമ്മുടെ ഗ്ലിസറോൾ നമ്മൾ എവിടെ ആഡ് ചെയ്യാം? നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീകമ്പോസിഷൻ ആര് റിട്ടാർഡ് ചെയ്യും? ഗ്ലിസറോൾ റിട്ടാർഡ് ചെയ്യാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഫിനോൾ റിട്ടാർഡ് ദ ഓക്സിഡേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ്സിന്റെ ഓക്സിഡേഷന് ഫിനോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിട്ടാർഡ് ആവും. അതുപോലെ തന്നെ നമ്മുടെ ഗ്ലിസറോൾ നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീകമ്പോസിഷൻ എന്ത് ചെയ്യും? റിട്ടാർഡ് ചെയ്യും. ഇതൊക്കെ എന്താണ്? നെഗറ്റീവ് കാറ്റലിസ്റ്റിന് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് പ്രൊമോട്ടേഴ്സ് ആൻഡ് പോയിസൺസ്. പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ സബ്സ്റ്റൻസ് ഇൻ വിച്ച് ഇൻക്രീസ് ദ ആക്ടിവിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ്. ഒരു കാറ്റലിസ്റ്റിന്റെ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. പ്രൊമോട്ട് ചെയ്യുന്ന, ഇൻക്രീസ് ചെയ്യുന്ന കാറ്റലിസ്റ്റുകളെ. ഓക്കെ, ചില കാറ്റലിസ്റ്റുകൾ എന്ത് ചെയ്യാറുണ്ട്? റിട്ടാർഡ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാറുണ്ട് അല്ലേ. കാറ്റലിസ്റ്റിന്റെ ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? റിട്ടാർഡ് അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോയിസൺസ്. അപ്പോൾ കാറ്റലിസ്റ്റിന്റെ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനെ പ്രൊമോട്ടേഴ്സ് എന്നും ഡിക്രീസ് ചെയ്യുന്നതിന് നമ്മൾ പോയിസൺസ് എന്നാണ് അറിയപ്പെടാറുള്ളത്. ഓക്കെ, ഇനി ഒരു കാറ്റലിസ്റ്റിന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് കാറ്റലിസ്റ്റിന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്? എ കാറ്റലിസ്റ്റ് റിമൈൻ അൺചേഞ്ച്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ റിയാക്ഷൻ. എൻഡ് ഓഫ് ദ റിയാക്ഷൻ വരെ ആ കാറ്റലിസ്റ്റ് എന്തായിരിക്കും? അൺചേഞ്ച്ഡ് ആയിരിക്കും, യാതൊരു ചേഞ്ചസും അതിന് സംഭവിക്കത്തില്ല. ഓക്കെ, അതുപോലെ തന്നെ സ്മോളർ ദ ക്വാണ്ടിറ്റി ഓഫ് ദ കാറ്റലിസ്റ്റ് ജനറലി ഇനഫ്. അതായത് നമുക്ക് ഒരു കാറ്റലൈസിങ് റിയാക്ഷൻ നടക്കണമെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി കാറ്റലിസ്റ്റിൻ്റെ ആവശ്യമുള്ളൂ, വളരെ മിനിമം ക്വാണ്ടിറ്റി കാറ്റലിസ്റ്റിൻ്റെ ആവശ്യമുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ തേർഡ് ക്യാരക്ടർ പറയുന്നത് എ കാറ്റലിസ്റ്റ് ഡസ് നോട്ട് ഓൾട്ടർ ദ പൊസിഷൻ ഓഫ് ദ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ഓഫ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ. ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം സ്റ്റേറ്റിന് യാതൊരു എഫക്റ്റും ആര് വരുത്തുന്നില്ല? നമ്മുടെ കാറ്റലിസ്റ്റ് വരുത്തുന്നില്ല. നെക്സ്റ്റ് പറയുന്നത് എ കാറ്റലിസ്റ്റ് ആർ ജനറലി സ്പെസിഫിക് ഇൻ ദെയർ ആക്ഷൻ. കാറ്റലിസ്റ്റ് എന്തായിരിക്കും? അവരുടെ ആക്ഷനിൽ എപ്പോഴും സ്പെസിഫിക് ആയിരിക്കും. ഓരോ കാറ്റലിസ്റ്റിനും ഓരോ സ്പെസിഫിക് ആക്ഷൻസ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് കാറ്റലിസ്റ്റ് കനോട്ട് ഇനീഷ്യേറ്റ് എ റിയാക്ഷൻ. ഒരിക്കലും ഒരു കാറ്റലിസ്റ്റിന് ഒരു റിയാക്ഷനെ ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ദ ആക്ടിവിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് പ്രൊമോട്ടേഴ്സ്. പ്രൊമോട്ടേഴ്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ കാറ്റലിസ്റ്റിന്റെ ആക്ടിവിറ്റി എന്ത് ചെയ്യാൻ പറ്റും? ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഡിക്രീസ് ബൈ ദ പ്രസൻസ് ഓഫ് എ പോയിസൺസ് ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ കാറ്റലിസ്റ്റിന്റെ ആക്ടിവിറ്റി എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഇത്രയൊക്കെയാണ് നമ്മുടെ കാറ്റലിസ്റ്റിന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് കാറ്റലിസ്റ്റിനെ കുറിച്ചിട്ട്? കാറ്റലിസ്റ്റ് എന്തായിരിക്കും? ആ റിയാക്ഷൻ നടത്തിയിരുന്നത് വരെ യാതൊരു ചേഞ്ചസും അതിന് വരുത്തുന്നില്ല, അതിൻ്റെ ഇക്വിലിബ്രിയം സ്റ്റേറ്റിന് യാതൊരു എഫക്റ്റും ഉണ്ടാവുന്നില്ല, ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു റിയാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ വളരെ മിനിമം ക്വാണ്ടിറ്റി ഓഫ് കാറ്റലിസ്റ്റിൻ്റെ ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ കാറ്റലിസ്റ്റിൻ്റെ ആക്ഷൻ എപ്പോഴും സ്പെസിഫിക് ആയിരിക്കും. പിന്നെ കാറ്റലിസ്റ്റ് നമുക്ക് അതിൻ്റെ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊമോട്ടേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം, ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിസൺസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയൊക്കെയാണ് കാറ്റലിസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട പോർഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ കാറ്റലൈസിസ് ചെയ്യുന്ന പ്രോസസ്സിന് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ഹെട്രോജീനിയസ് കാറ്റലൈസിസും ഉണ്ട്,
ഹോമോജീനിയസ് കാറ്റലൈസിസും ഉണ്ട്. ഇത് എന്തിൻ്റെ ബേസിസിലാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ഫേസസ് പ്രസൻറ്റ് ഇൻ ദ റിയാക്ഷൻ മിക്സ്ചർ. ആ റിയാക്ഷൻ മിക്സ്ചറിൽ എത്ര ഫേസസ് ഉണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ് കാറ്റലൈസിസ് എന്ന് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഹോമോജീനിയസ് കാറ്റലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when the catalyst is present in the same phase as the reactant, ആ റിയാക്ടൻറ്റിൻ്റെ സെയിം ഫേസിലാണ് നമ്മുടെ കാറ്റലിസ്റ്റ് എന്നുള്ളതെന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് കാറ്റലൈസിസിനെ നമ്മൾ വിളിക്കുന്നത് ഹോമോജീനിയസ് കാറ്റലൈസിസ് എന്നാണ്. ഇനി നമ്മുടെ കാറ്റലിസ്റ്റ് റിയാക്ടൻറ്റിൻ്റെ സെയിം ഫേസിലല്ല, വേറൊരു ഫേസിലാണെന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് കാറ്റലൈസിസിനെ നമ്മൾ വിളിക്കുന്നത് ഹെട്രോജീനിയസ് കാറ്റലൈസിസ് എന്നാണ്. അതുപോലെ തന്നെ കാറ്റലിസ്റ്റ് ചേഞ്ച് ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ബൈ ചേഞ്ചിങ് ദ പാത്ത് ആൻഡ് ആക്ടിവേഷൻ എനർജി. കാറ്റലിസ്റ്റിന് എപ്പോഴും അതിൻ്റെ റേറ്റ് ഓഫ് റിയാക്ഷൻ ചേഞ്ച് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന്, ബൈ ചേഞ്ചിങ് ദ പാത്ത് ചേഞ്ച് ചെയ്തിട്ട്, ആൻഡ് ദ ആക്ടിവേഷൻ എനർജി ചേഞ്ച് ചെയ്തിട്ട്. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മുടെ കാറ്റലിസ്റ്റ് എപ്പോഴും അതിൻ്റെ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ത് ചെയ്യുന്നത്, ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കാറ്റലിസ്റ്റ് എന്താണ്, കാറ്റലൈസിസ് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? അഡ്സോർപ്ഷൻ എന്താണെന്ന് നോക്കി, അഡ്സോർപ്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കി, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അഡ്സോർപ്ഷൻ നോക്കി, അതുപോലെ തന്നെ കാറ്റലൈസിസ് എന്താണെന്ന് നോക്കി, കാറ്റലിസ്റ്റുകൾ എന്തൊക്കെയാണ്, ഇപ്പോൾ നെഗറ്റീവ് കാറ്റലിസ്റ്റ് എന്താണ്, അതിൻ്റെ എക്സാമ്പിൾസ് നോക്കി, ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ് കാറ്റലൈസിസ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ നോക്കി. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി എന്തായിരിക്കും, തിയറി ക്വസ്റ്റ്യൻസ് ആയിരിക്കും അല്ലേ. മാക്സിമം ഡെഫിനിഷൻ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്സോർപ്ഷൻ ആൻഡ് അഡ്സോർപ്ഷനും തമ്മിലുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയാണ്, വാട്ട് ഈസ് എ കാറ്റലിസ്റ്റ്, എന്താണ് ഒരു കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് ഒരു നെഗറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് ആർ പ്രൊമോട്ടേഴ്സ് ആൻഡ് പോയിസൺസ്, പ്രൊമോട്ടേഴ്സ് എന്താണ്, പോയിസൺസ് എന്താണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും മാക്സിമം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് വരാൻ 2 മാർക്കിന് ചോദിക്കാവുന്ന ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എപ്പോഴും ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു 15ാമത്തെ ചാപ്റ്റർ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് അറിയാം, ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, വളരെ ബ്രീഫായിട്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, നിങ്ങളുമായിട്ട് പങ്കിട്ടിട്ടുള്ളത് അല്ലേ. വളരെ ഷോർട്ടായിട്ട് വളരെ ബ്രീഫായിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ നാഷണൽ അക്കാഡമിയുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, നാഷണൽ അക്കാഡമിയിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ നാഷണൽ അക്കാഡമി എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇനി അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് ബൈ ബൈ.